കിട്ടിയില്ലേ ഇവിടെ കിട്ടിയില്ലേ ഇവിടെ പടക്കം പൊട്ടിക്കണം മക്കളെ. അതിച്ചിരി കൂടുതലല്ലേ? ഇവിടെ പൊട്ടിച്ച എന്റെ സ്റ്റുഡിയോ കത്തിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്സിലിട്ട് പൊട്ടിക്കാം. ദിലീപേട്ടനെ ഡിഗ്രേഡ് ചെയ്തമാര് നിന്റെയൊക്കെ നാക്കിറങ്ങിപ്പോയോ? പണം കൊടുത്തോണ്ടാട്ടാ തെറ്റുകാരനല്ല നാക്കിയത്. അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനല്ലേ പാടുള്ളൂ. എവിടാ ദിലീപേട്ടനെ ഡിഗ്രേഡ് ചെയ്തമാര് നിന്റെയൊക്കെ നാക്കിറങ്ങിപ്പോയോ? പടക്കം പൊട്ടിക്കണം മക്കളെ. അതിച്ചിരി കൂടുതലല്ലേ? ഇവിടെ പൊട്ടിച്ച എന്റെ സ്റ്റുഡിയോ കത്തിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്സിലിട്ട് പൊട്ടിക്കാം. മാധ്യമങ്ങളുടെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കണം. നമുക്ക് റിയാക്ട് ചെയ്യാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ട് വരാം. നല്ല തിരക്കുണ്ട് സാറേ. അല്ല ഇനി എവിടേക്കിലൊക്കെ ഇതൊക്കെ തറവാട്ടിക്ക് അവിടെ കിട്ടിയില്ലേ ഇവിടെ കിട്ടിയില്ലേ ഇവിടെ ഇതൊക്കെ പോട്ടെ വിചാരിക്കാം. കേസ് തെളിഞ്ഞിട്ടടക്കം ചില കമന്റോളികൾ കടന്ന് കാണിക്കുന്ന പറ്റാത്ത ചില കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നിന്റെ ഒന്നും പേരും ഫോട്ടോയും വെളിപ്പെടുത്തി ഞാൻ ഫേമസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പണമാണ് കാര്യം, അതുണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഇനി അങ്ങനെ പറഞ്ഞിരുന്നോ? പണത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി അല്ല പണമാണ് വലുത് എന്ന് പറയുന്നുണ്ടെങ്കിലേ എതിർഭാഗത്തിരിക്കുന്ന ആൾക്കാർ പിച്ചക്കാരല്ല. അത് നീ ആലോചിച്ചാൽ മതി. എല്ലാവർക്കും കൂടി ഉള്ളതാ, ഒരാൾക്ക് മാത്രമല്ല. പിന്നെ പണമാണ് വലുതെന്ന് പറയുന്ന ആൾക്കാർക്ക് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. തെറ്റ് ചെയ്താല് ശിക്ഷിക്കപ്പെടും. അത് ഓർത്താൽ മതി. പണം ഉണ്ടായിട്ടും ജയിലിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പണം കൊടുത്തോണ്ടാട്ടാ തെറ്റുകാരനല്ല എന്നാക്കിയത് കുറെ ഉണ്ട്. അങ്ങനെയുള്ളവന്മാരോട് ഇവിടെയുള്ള 2 കക്ഷികളും അത്യാവശ്യം പണമുള്ള ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുടുങ്ങിണ്ടാവും. അപ്പൊ ഇവിടെ പണം അല്ല, തെറ്റ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. വടാ മക്കളെ വീഡിയോ എവിടെ റിപ്പോർട്ടറിന്റെ തഗ് ലൈഫ് ദിലീപേട്ടന്റെ തഗ് ലൈഫ് വൈറലാണ്. അപ്പൊ എല്ലാ ഗ്രൂപ്പുകളിലും വന്നോണ്ടിരിക്കുന്നുണ്ട്. താങ്കൾക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് എതിരെ തെളിവുണ്ടോ? നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്താണല്ലോ അല്ലെ. എന്നാലും വായിക്കാം. ദിലീപ് പോയി കണ്ടുപിടിക്ക്. 9 വർഷമായി നിങ്ങൾ കണ്ടുപിടിക്കുവല്ലേ? റിപ്പോർട്ടർ ഇനി എങ്ങോട്ടാണ് ദിലീപ്? മാറി നിൽക്കാ, എങ്ങോട്ടേലും പോകണ്ടേന്ന്. അവിടൊക്കെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനി കുറ്റക്കാരൻ. ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തിറങ്ങി വരുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വിചാരണ കോടതി 8ാം പ്രതി ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നതിന്റെ പേരിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വരുന്ന നടൻ ദിലീപിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇതാ ദിലീപ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. പക്ഷേ അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കോംപ്ലക്സിൽ നിന്ന് വിധി കേട്ട ശേഷം ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക്. ഒരാളെ 8-9 കൊല്ലൊക്കെ ഇതിന്റെ പേരിൽ ക്രൂശിക്കുകയും സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയും ആൾക്കാർ ഡിഗ്രേഡ് എന്നൊക്കെ പറയുമ്പോ അങ്ങ് അറ്റം. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഫോൺ വരുന്നതിനൊക്കെ ദിലീപ് മറുപടി പറയുകയാണ്. ആരാധകരോട് കൈവീശി കാണിച്ചുകൊണ്ട് ദിലീപ് കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ഉണ്ട് വിവരങ്ങളുമായി. വിപിൻ, ദിലീപ് പുറത്തേക്ക് വരുന്നു. നേരത്തെ അഭിഭാഷകന്റെ ഓഫീസിൽ പോയപ്പോഴും കോടതിയിലേക്ക് എത്തുമ്പോഴും മാധ്യമപ്രവർത്തകരോട് ദിലീപ് ഒന്നും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ ദിലീപ് ആടാ നിന്നോടൊക്കെ മിണ്ടന്നെ 8-9 കൊല്ലം ഊക്കി ജീവിച്ചു പോരാനിട്ട് ഒരാളുടെ ലൈഫ് വെച്ചിട്ട് അല്ലാന്ന് മിണ്ടുന്നില്ല. പ്രതിനിധികളെ ആരും മിണ്ടില്ല നിന്നോടൊന്നും. പ്രതിനിധിക്ക് അങ്ങനെ മിണ്ടിയ ദിലീപേട്ടൻ വല്ലതും പറഞ്ഞിട്ട് വേണ്ടേ? അയ്യാ ദൃശ്യങ്ങൾ ആണ്. നേരത്തെ പോയതുപോലെയല്ല, കുറ്റവിമുക്തനാക്കപ്പെട്ടാണ് ദിലീപ് ഇപ്പോൾ തിരികെ വരുന്നത്. അതിന്റെ 24 പോട്ടെ, ബാക്കിയൊക്കെ അവിടെ. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. സംസാരിച്ചു.
ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. എനിക്കുണ്ട് കുറച്ച് നല്ല സ്വഭാവമുള്ള നല്ല അടിപൊളി പോലീസുകാര്. പക്ഷെ അവരുടെ കൂട്ടത്തിലുണ്ട് ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്തെടുത്ത് നോക്കുകയാണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ളവരുടെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല ആൾക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഇവിടെ മറ്റുള്ളവന്റെ ലൈഫ് തുലയ്ക്കാൻ വേണ്ടിയിട്ട് പൈസയ്ക്കും മറ്റേനും വേണ്ടി നടക്കണ കുറെ എണ്ണുണ്ട്. അത് വേറെ കാര്യം. വ്യക്തിന്റെ ജീവിതം തുലച്ചില്ല. അവരുടെ ഫോട്ടോ എക്സ്പോസ് ചെയ്യണം. ഇപ്പോ അതൊക്കെയാണ് മീഡിയ ചെയ്യേണ്ടത്. ഫോട്ടോ എക്സ്പോസ് ചെയ്യുക പോലീസുകാരുടെയും കാര്യങ്ങളൊക്കെ. ദിലീപേട്ടൻ കൃത്യമായിട്ട് പറയണ്ടല്ലോ. അതൊന്നും ചെയ്യാണ്ട് പിന്നാലെ നടക്കുക. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ. നമ്മള് ഒന്നും അല്ലാത്ത സമയത്ത് നമ്മളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളെ പൊക്കി പറയാനോ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, എല്ലാവരെയും പറയുന്നില്ല, ചിലവര് നമ്മുടെ മുൻപിൽ വന്നിട്ട് അവർ പറയും നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായി ചെയ്യുന്നുണ്ട്, ഓ നല്ല കാര്യം. വേറെ അപ്പുറത്ത് ചെന്നിട്ട് പറയും അവൻ ഏതറാവൻ, അവന്റെ വേറെ ഗുണ്ട വീഡിയോ ആ ലെവലിലാണ് വർത്താനം പറയുക. അതൊക്കെ ആലോചിച്ചിട്ട് ആൾക്കാരോട് പെരുമാറാനും സംസാരിക്കാനും പോവുക. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ ദിലീപേട്ടന്റെ മകള് മീനാക്ഷി ചേച്ചിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. അച്ഛനെ വിശ്വസിച്ച് കൂടെ നിന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ചേച്ചിക്ക് ഇരിക്കട്ടെ എന്നത്തെ ഒരു സല്യൂട്ട്. അപ്പൊ ദിലീപേട്ട പഴയ പോലെ തന്നെ നമുക്ക് അതേപോലെ അടിപൊളി സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഫാൻസ് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞത് കഴിഞ്ഞു, അവിടെ വിടുക. ഇനി അതിന്റെ പുറകെ പോയിട്ട് ഇതേപോലെ കമന്റ് ഇടാനും കാര്യങ്ങൾ കുറെ എണ്ണം വരും. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദിലീപ് എന്റർടൈൻമെന്റ്സ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദിലീപേട്ടൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ഒരുത്തം വളർന്നു വരുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഓരോ ആൾക്കാരുണ്ടാവും ദിലീപേട്ട. പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പൊ ദിലീപേട്ടന്റെ ബബ്ബയും എല്ലാം അതിനിപ്പോ നല്ല രീതിയിൽ ഇപ്പോ ഹൈപ്പ് കിട്ടിയല്ലോ. പടം എന്തായാലും അടിപൊളിയാവും. ഇപ്പൊ ദിലീപേട്ടന്റെ അപ്കമിങ് ആയ ബബ്ബ മൂവിക്കും എന്റെ ഒരു വലിയൊരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോ ദിലീപേട്ട കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും കാലം നിങ്ങളുടെ മനക്കരുത്തിനാണ് ഞാൻ കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ശരി, ഇറ്റ്സ് മീ സുധി ടോക്സ് സൈനിങ് ഓഫ്. ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല. അവരിപ്പോഴും കാത്തിരിക്കുന്നു നമ്മുടെ നായകന്റെ അപ്കമിങ്